ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പൊ നമ്മളൊരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ റെഗുലർലി കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ജനുവരി 10, 11 ഒക്കെ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഇപ്പൊ ഈ ഒരു ഫെബ്രുവരി 14 ഒക്കെ ആകുമ്പോഴത്തേനാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത്. ഒരു 1 month ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോസിനാണെങ്കിലും അതുപോലെ നമ്മുടെ വർക്കുകൾക്കൊക്കെ ആണെങ്കിലും അങ്ങനെ ഡിലേ വന്നിട്ടുണ്ട്. അപ്പം എനിക്കൊരു വൈറൽ ഫീവർ ആയിരുന്നു. എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും പനി പിടിച്ച് ഒരു വർക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനിലായി പോയായിരുന്നു. അപ്പോൾ നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്തവരോടൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഇപ്പോഴും നമ്മൾ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എൻ്റെ സൗണ്ടൊക്കെ പയ്യെ തിരിച്ച് വരുന്നതേ ഉള്ളൂ, കറക്റ്റ് ആയില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും ഗ്യാപ്പ് ഇടാനായിട്ട് പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മളിന്ന് വീഡിയോ ചെയ്യുവാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല, എന്ത് പറ്റി എന്നൊക്കെ അന്വേഷിച്ച് ഒരുപാട് പേര് വിളിച്ചായിരുന്നു. അതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ നമ്മൾ വയ്യാന്നുള്ള സ്റ്റാറ്റസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു വർക്കും, നമ്മുടെ വർക്കുകളാണെങ്കിലും അതേ നമ്മുടെ പ്ലെയിൻ സാരിയുടെയും ഹാൻഡ് പിക്ക് കളക്ഷൻ്റെ നമ്മളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് വയ്യാതിരിക്കുന്നത്. അപ്പോൾ അതറിഞ്ഞ് ഒത്തിരി ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒത്തിരി ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ ഇന്ന് സബ്സ്ക്രൈബർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷൻ അയച്ചു തന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ സാരീസ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണാനായിട്ട്. അപ്പോൾ നമുക്കിന്ന് അവരുടെ കളക്ഷൻ തന്നെ തുടങ്ങാം. നമുക്ക് സാരീസ് ഓരോന്ന് കാണാം. നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ഓർഗൻഡി സാരിയാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്, ഒരു ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ടൊമാറ്റോ പിങ്ക് ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു പിങ്ക് ആണ്. ഒരു പീച്ചിഷ് പിങ്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഷാഡോ വർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല റെസ്പോൺസ് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. സെയിം പാറ്റേൺ തന്നെ നമുക്ക് വീണ്ടും ചെയ്തതാണ്. അതൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയതാ. അത് റീ ഓർഡറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് ഏകദേശം അതുപോലത്തെ ഒരു കോമ്പിനേഷൻ, അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന്റെ എൻഡ് പോർഷൻ ഇതുപോലെ ഒരു സിക്സ് ആക്ക് ഡിസൈൻ വെച്ചിട്ട് ലോക്ക് ചെയ്ത്, അതായത് മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു സാരിയുടെ എൻഡ് പോർഷൻ. ഇത് പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈനാണ്. ഒരു റോസ് ഫ്ലവറും ചെറിയ 2 ബഡ്സും ആ ഒരു ലീഫും ഒക്കെ വരുന്നത് പോലെയാണ്. ലീവ്സ് ആണെങ്കിലും ഈ ഒരു ഫ്ലവേഴ്സിന്റെ പെറ്റൽസ് ആണെങ്കിലും ഒക്കെ ഷാഡോ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സെയിം കളർ കോമ്പിനേഷനിലാണ്, അതായത് ആ ഒരു പിങ്കിൽ നിന്ന് റെഡിലേക്ക് വരുന്ന ആ ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലവർ ഒത്തിരി കോൺട്രാസ്റ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്ന രീതിയിലല്ല, എന്നാൽ പക്ഷേ നല്ല സിമ്പിൾ ലുക്ക് കൊടുക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് ഈ ഒരു പല്ലു പോർഷനിൽ ഇതുപോലെ 3 ഡിസൈൻസാണ് ചെയ്തിരിക്കുന്നത്. സെയിം ആ ഒരു സൈസിൽ വരുന്ന 3 ഡിസൈൻസ് പല്ലുവിൻ്റെ എൻഡ് പോർഷനിൽ വരുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സെയിം സൈസിലുള്ള ഒരേപോലത്തെ ഡിസൈനുകൾ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ നമ്പർ ഓഫ് ഡിസൈൻസ് നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷനാണ് വരുന്നത്. ഇത് ഇച്ചിരി സ്റ്റിഫായിട്ടുള്ള ഓർഗൻഡിയാണ്, നല്ലൊരു സോഫ്റ്റ് വരുന്ന ഒരു ഓർഗൻഡി അല്ല. പക്ഷേ ഈ സ്റ്റിഫ്നെസ് ഒക്കെ നമ്മൾ 1-2 വാഷ് കഴിയുന്ന സമയത്ത് നന്നായിട്ട് അത് മയമായി വരും. പക്ഷേ ഫസ്റ്റ് ഒരു 2-3 വാഷിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ഓർഗൻഡിയാണ്. ഇതിനകത്ത് ഇതുപോലെ 4 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. നല്ല ഭംഗിയായിരിക്കും, നല്ല സിമ്പിൾ ലുക്ക് കൊടുക്കുന്ന നല്ലൊരു സാരിയാണ്. പിന്നെ ഓർഗൻഡി സാരീസിൽ എപ്പോഴും നമുക്ക് ഈ എംബ്രോയിഡറി വർക്ക് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങും കിട്ടും. അതുപോലെ ഉടുക്കുമ്പോൾ നല്ലൊരു ക്ലാസ് ലുക്കും തരും. ഓർഗൻഡി ഉടുക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇച്ചിരി സ്റ്റിഫ്നെസ്സോടെ, എന്നാൽ പോലും ആ ഒരു ഫിനിഷിങ് എപ്പോഴും നമുക്ക് ഓർഗൻഡിയിലാണ് ഈ ഹാൻഡ് എംബ്രോയിഡറിയുടെ വരുന്നത് എപ്പോഴും. ഇതുപോലെ 4 ഡിസൈന് ശേഷം പിന്നെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ലാസ്റ്റ് ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പം ഇതുപോലെ ഒരു ഡിസൈൻ വെർട്ടിക്കലായിട്ട് വരുന്നത് പോലെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയിൽ ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അതിൻ്റെ സൈഡ് 2 ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെഡി ടു വെയർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ സാരി ചെയ്തിട്ടുണ്ട്. ഇതിന് ബ്ലൗസ് ഇല്ല. ബ്ലൗസ് നമുക്ക് സെയിം കളർ 2x2 ബ്ലൗസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പെയർ ചെയ്യാം. സെയിം കളർ ഇടുമ്പോഴായിരിക്കും എപ്പോഴും ആ ഒരു സാരിയുടെ എലഗൻസ് ഫുള്ളായിട്ട് വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2375 ആണ്, 2375 rupees. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് സാരിയാണ്. വീണ്ടും നമുക്ക് ഷാഡോ വർക്ക് ഡിസൈൻ ഉള്ളൊരു സാരി തന്നെയാണ്. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതിൽ മെജോറിറ്റിയും ഷാഡോ വർക്ക് ഡിസൈൻസ് ആണ്. ഈ സാരിയുടെയും എൻഡ് 2 മടക്കി അടിച്ചിട്ടുണ്ട്. നമ്മൾ നോർമലി സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് എങ്ങനെയാണോ തരുന്നത് അതുപോലെ തന്നെയാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. എൻഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ, ഇനി അടിക്കാതെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കാറ്. നമ്മൾ പിന്നെ അതിനകത്തൊന്നും ചെയ്യാറില്ല, ജസ്റ്റ് അതിനെ
അയക്കുന്നത് മാത്രമല്ല, നമ്മൾ അതിനകത്ത് കൂടുതൽ വർക്കുകളൊന്നും ചെയ്യാറില്ലേ. നമ്മുടെ സാരീസ് ആണെങ്കിൽ നമ്മളത് പറയുന്ന എന്താണോ കസ്റ്റമർ പറയുന്നത് അതുപോലെ എല്ലാം അഡീഷണൽ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിനകത്ത് ഈ ഒരു നല്ല വലുപ്പത്തിൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു കളർ കോമ്പിനേഷനിൽ ഒരു ഷാഡോ വർക്കാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രൗണിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്, ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്. ഒരു നന്നായിട്ട് ആ ഒരു ലെമൺ യെല്ലോയിൽ അത് നന്നായിട്ട് ബ്ലെൻഡ് ആയി വന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. അതിനകത്ത് ചെറിയ ഹൈലൈറ്റ് ആയിട്ട് ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലെ ഷുഗർ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ചെറിയൊരു വേണമെങ്കിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ കൊടുക്കാവുന്നൊരു എലമെന്റ് അതിനകത്ത് കയറിയിട്ടുണ്ട്. ആ ഒരു വൈറ്റ് കളറിലെ ബീഡ് വർക്ക് കൂടെ വന്നിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ പല്ലുവിൻ്റെ എൻഡിൽ മെയിൻ എൻഡിൽ വന്നിരിക്കുന്ന ഡിസൈനാണ്. ഈ ഡിസൈൻ അത്യാവശ്യം ലെങ്തിൽ ഇതുകൊണ്ട് കൈപ്പത്തിയേക്കാൾ ഒരു ചെറിയ വലുപ്പത്തിൽ വരുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്നത് ചെറിയ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ പല്ലു പോർഷനിൽ. ഇതുപോലെ റണ്ണിങ് പോർഷനിൽ ആ ചെറിയ സൈസിലുള്ള 3 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. പല്ലുവിൻ്റെ ഉള്ളിലെ എൻഡിലെ ഡിസൈൻസ് വന്നിട്ടില്ല. ഇങ്ങനെ പുറകോട്ട് കിടക്കുന്ന ആ ഒരു പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. 3 ചെറിയ ഡിസൈനും എൻഡിൽ വലിയൊരു ഡിസൈനും വെച്ചിട്ട്. അതിനുശേഷം ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു വലിയ ഡിസൈൻ ചെസ്റ്റിൻ്റെ സെൻട്രൽ പോർഷനിൽ വരുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ചെറിയ ഡിസൈൻസ് വരുന്നത് പോലെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും ഹൈലൈറ്റ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല ഈ ഒരു ബ്രൗൺ യെല്ലോ കോമ്പിനേഷൻ. നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ്, റയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു പല്ലുവിലും ചെസ്റ്റ് പോർഷനിലും ഒക്കെ കണ്ട ആ സെയിം ചെറിയ ഡിസൈൻസ് ഇങ്ങനെ 3 എണ്ണം വെർട്ടിക്കലായിട്ട് കൊടുത്തിരിക്കുന്നത്. സാരി തിരിച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് 3 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്ലീറ്റ്സിൻ്റെ ഇടയ്ക്കും റൈറ്റ് ലെഗ് പോർഷനിലോട്ടും ഒക്കെ വരുന്നത് പോലെ ഇതുപോലെ 3 ഡിസൈൻസ് ഈ ഒരു സാരിയിൽ വന്നിട്ടുണ്ട്. ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഈ സാരിയിൽ ഫോൾസ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇതുപോലെ വലിയ 2 ഡിസൈനും ചെറിയ 8 ഡിസൈനും വരുന്നൊരു പാറ്റേണിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2115 ആണ്, 2115 rupees. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു പീച്ച് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ മെറൂൺ ഗ്രീൻ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാണ്. കടായി കമ്മൽ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ചെയ്ത് കാണാവുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് ലേസി ഡേസി പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ചെറിയൊരു ബീഡ് വർക്ക് ആ ഒരു ഫ്ലവേഴ്സിനെല്ലാം സെൻട്രൽ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെംസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിനകത്ത് ഈ ഒരു മറൂൺ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ചെറിയ ഒരു എൽ ഷേപ്പിൽ വരുന്ന ഒരു പാറ്റേണിലാണ് പല്ലുവിൻ്റെ പോർഷൻ ആ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ 2-3 ഫ്ലവേഴ്സും അതുപോലെ ചെറിയ കുറച്ച് ബഡ്സും ഒക്കെ വരുന്നൊരു പാറ്റേണിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ സ്ട്രെയിറ്റ് അല്ലാതെ ഇങ്ങനെ ഒരു എൽ ഷേപ്പിലോട്ട് വരുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ 3 ഡിസൈൻസ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഡിസൈൻസ്, നമ്മൾ പല്ലുവിൽ കണ്ട പോലത്തെ ഡിസൈൻസ് അല്ല, ചെറിയ ഡിസൈൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ നല്ലൊരു ഡെയിലി വെയർ കളക്ഷനൊക്കെ പറ്റുന്നൊരു ഡിസൈനാണ്. കളർ കോമ്പിനേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത ആ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ. അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കുമാണ്. 3 ഡിസൈൻസ് ഇതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലുണ്ട്. കടായി കമ്മൽ സ്റ്റിച്ച് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. നമ്മൾ കാണുമ്പോൾ ഇത്രയും ഉള്ളെന്ന് തോന്നിയാലും ഇതിനകത്ത് ഓരോ ഇതും ഇങ്ങനെ കോർത്ത് എടുക്കുന്നതിന് ഇച്ചിരി ടൈം എടുക്കുന്ന സ്റ്റിച്ച് തന്നെയാണ് ഈ ഒരു പാറ്റേൺ. ഇതിനകത്ത് അത് ഒരു റൈറ്റ് ലെഗ് പോർഷനിലൊരു ഡിസൈൻ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം പാറ്റേണിൽ നമ്മൾ ചെസ്റ്റ് പോർഷനിൽ കണ്ട സെയിം പാറ്റേണിൽ വരുന്നൊരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിൽ സ്റ്റാൻഡിങ് പോസിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയിൽ ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സാരിയുടെ 2 വശവും ലോക്ക് ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു സാരി നമുക്കിപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1995 ആണ്, 1995 rupees. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. ഒരു പീച്ചിൻ്റെ ഡബിൾ ഷെയ്ഡ് കളർ എംബ്രോയിഡറി മീൻസ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഗ്രീനും ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീനും അതുപോലെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റെമ്മും ലീവ്സും ഒക്കെ ലൈറ്റ് ഗ്രീനും വെച്ചും കുറച്ചൊക്കെ ഒരു ഡബിൾ ഷെയ്ഡ് ഗ്രീൻ വെച്ചിട്ടുമായി ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ചെറിയൊരു ബഡ്സ് പാറ്റേൺ ഒക്കെ പീച്ച് ത്രെഡ് വെച്ചിട്ട് ഇതിന് സെൻട്രൽ പോർഷനിൽ കൊടുത്തിരിക്കുന്നതൊക്കെ പീച്ച് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പെറ്റൽസ് എല്ലാം
ചെയ്തിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് ആ ഒരു പീച്ചും വൈറ്റും ആ ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി തന്നെയാണ്. അത്യാവശ്യം സൈസിൽ തന്നെ വന്നിരിക്കുന്ന നിറച്ചും ഫ്ലവേഴ്സ് വന്നിരിക്കുന്ന ഒരു ഫ്ലവർ ബജ് ഡിസൈനാണ്. പല്ലുവിൻ്റെ മെയിൻ എൻ പോർഷനാണ്. പല്ലുവിൽ ആ ഒരു എൻ പോർഷനിൽ ആ ഒരു ഡിസൈനെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ പല്ലുവിൻ്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് സെയിം സൈസിൽ വരുന്ന 2 ഡിസൈൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ഡിസൈൻസ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 ഡിസൈൻസ് ഇതിൻ്റെ പല്ലുവിൻ്റെ ഈ ഒരു പുറകോട്ട് കിടക്കുന്ന ഭാഗത്ത് വരുന്നുണ്ട്. അതിനുശേഷം ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും 3 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. 2 ഡിസൈൻസ് ആണ്. ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ ജസ്റ്റ് ഷോൾഡറിൻ്റെ പുറകിലായിട്ട് തന്നെ വരും. അതുകൊണ്ട് എനിക്കറിയാതെ 3 ഡിസൈൻസ് വന്ന് ഇത് പുറകിൽ വരുന്ന ഡിസൈനാണ്. പക്ഷെ തമ്മിലുള്ള ഗ്യാപ്പ് ഇത്രയേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് ആ ഒരു ഷോൾഡറിൻ്റെ ഗ്യാപ്പിൽ തന്നെ തൊട്ട് പുറകിൽ ഈ ഡിസൈൻ വരുന്നത് പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിലോട്ട് വരുമ്പോൾ ഈ 2 ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട് ചെസ്റ്റ് പോർഷനിൽ വരുമ്പോൾ ഈ 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു വലിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അത്രയും സൈസുള്ള ഡിസൈൻ അല്ല, എന്നാലും ഒരു ഇച്ചിരി വലുപ്പത്തിൽ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 4 ഫ്ലവേഴ്സ് വരുന്നൊരു പാറ്റേൺ അതിനകത്ത് ഫ്ലവർ വന്നിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഇടയ്ക്ക് കൂടെ വരുന്നത് പോലെ ഇങ്ങനെ 2 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ 3 ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡിസൈൻസ് എല്ലാം കൊടുത്തിരിക്കുന്ന ഈ ഒരു ഷാഡോ വർക്ക് ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ്. ഇത്രയും ഡിസൈൻസ് ഉള്ള ഈ ഒരു സാരിയുടെ റേറ്റ്, ഇതിനകത്ത് ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2275 ആണ്. 2275 റുപ്പീസാണ്. സാരി നമുക്കിപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു മൗ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇതിന് ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡെന്നും അതുപോലെ ഇത് ഒത്തിരി പേര് ഫോട്ടോയിൽ കാണുമ്പോൾ ഓണിയൻ ഷെയ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഒണിയൻ ഷെയ്ഡ് എന്ന് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല. ഇതൊരു ഒണിയൻ ഷെയ്ഡിനെയും മൗ ഷെയ്ഡിനെയും മിക്സ് വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ശരിക്കും ഒരു മൗ ഷെയ്ഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇതിൻ്റെ നമുക്കിപ്പോൾ കറൻ്റ്ലി വരുന്നത് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മൗ ഷെയ്ഡാണ് ഈ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഷാഡോ വർക്ക് എംബ്രോയിഡറി അഗെയിൻ കൊടുത്തിരിക്കുന്നത്. നല്ല വലിയ സൈസിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ വന്നിരിക്കുന്ന ഡിസൈനാണ്. ഈ ഒരു ഡാർക്ക് കളറിലായതുകൊണ്ട് തന്നെ ഷാഡോ വർക്ക് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് നമുക്ക് പറ്റത്തില്ല. എന്നാൽ പോലും ഡാർക്ക് ഷെയ്ഡ് തന്നെയുള്ള ത്രെഡ് വെച്ച് തന്നെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഭംഗി ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ലൈറ്റ് ഷെയ്ഡിലാകുമ്പോഴാണ് ഷാഡോ വർക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് ആ ഒരു സെൻറ്ററിലെ ഷാഡോസ് ശരിക്കും കാണാവുന്നത്. എന്നാലും ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. ആ ഒരു കളർ കോമ്പിനേഷൻസിനെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു മെറൂണും റെഡും കൂടെ ഒരു കോമ്പിനേഷൻ, റെഡിഷ് മെറൂണോടെ ഉള്ള കോമ്പിനേഷൻ ഉള്ള ത്രെഡാണ് ഇതിനകത്ത് ഫ്ലവേഴ്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡബിൾ ഷെയ്ഡ് തന്നെയുള്ള ഗ്രീനാണ് ആ ഒരു സ്റ്റെമ്മിനും ലീഫിനും എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ അറിയാം എത്രമാത്രം ഭംഗിയായിട്ട് ഈ ഒരു ഷാഡോ വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇതിൻ്റെ തന്നെ സെയിം ഡിസൈൻ ഇതിൻ്റെ പല്ലുവിൻ്റെ ഉള്ളിൽ വരുന്ന എൻഡിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ പല്ലുവിൻ്റെ എൻഡിലും അപ്പുറത്തെ എൻഡിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 ഡിസൈൻസ് ആണ് പല്ലുവിൻ്റെ എൻ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം റണ്ണിങ് പോർഷനിലും അതുപോലെ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 ഡിസൈൻസ് ആണ് മൊത്തം ഈ ഒരു ബാക്കിലേക്ക് കിടക്കുന്ന ഈ പല്ലു പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ല വലുപ്പത്തിൽ തന്നെ നമ്മൾ ആ പല്ലു പോർഷനിൽ കണ്ട അതേപോലെ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെ 2 ഡിസൈൻസ് ഇതിൻ്റെ ഈ ചെസ്റ്റ് പോർഷനിലും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഡെയിലി വെയർ, ഓഫീസ് വെയർ ഒക്കെ ആ ഒരു കളക്ഷന് പറ്റുന്നൊരു കളർ കോമ്പിനേഷനുമാണ് ഈ ഒരു സാരി. അതുപോലെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എംബ്രോയിഡറി ഒരു സ്റ്റിച്ചും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ വലുപ്പത്തിൽ തന്നെ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ലാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഡിസൈൻ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിലും സെയിം സൈസിലുള്ള ഡിസൈൻ സ്റ്റാൻഡിങ് പോസിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ്. ഇതിനകത്ത് ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടോ ബാക്കി വേറെ ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഈ സാരിയുടെ റേറ്റ് വരുന്നത് 2349 റുപ്പീസാണ്. ഇത്രയും വലിയ സൈസിലുള്ള ഷാഡോ വർക്ക് എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ ഈ കാണിച്ച സാരീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ
പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പം നമുക്ക് സബ്സ്ക്രൈബർ കളക്ഷനിൽ തന്നെ കുറച്ച് ഏറെ പെൻഡിങ് സാരീസ് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഒത്തിരി സാരീസ് അതിന് ഇടയ്ക്ക് വന്നതെല്ലാം ഡിസ്പ്ലേ ചെയ്യാനായിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതലായിട്ടും ഒരു നെക്സ്റ്റ് 1-2 വീക്കിൽ കൂടുതലായിട്ടും കാണിക്കുന്ന സബ്സ്ക്രൈബർ കളക്ഷൻ ആയിരിക്കും. അതിനിടയ്ക്ക് നമുക്ക് ഹാൻഡ് പിക്ക് കളക്ഷനും അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാരീസും ഒക്കെ കാണിക്കാം. അപ്പോൾ ഇതുവരെ നമ്മളെ ഈ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. തുടർന്നും നമുക്ക് ഈ ഒരു സപ്പോർട്ട് വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.